അവരുടെ കൂടെ തുള്ളിച്ചാടുന്ന കണ്ട എല്ലാവരും അവനെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു എന്നാണ്. എന്നാൽ അവൻ പത്രോസിന്റെയും യോഹന്നാന്റെ അരികിൽ നിന്ന് മാറാതെ നിന്നു. അതായിരുന്നു അവിടുത്തെ അത്ഭുതം. അവർ ഈ മുടന്തൻ സുഖം പ്രാപിച്ച നിമിഷം മുതൽ അവർ പത്രോസിനും യാക്കോബിന്റെ അരികിൽ നിന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അരികിൽ നിൽക്കുമ്പോൾ വിധിക്കാൻ പറ്റുകയല്ല, കുറ്റപ്പെടുത്താൻ പറ്റുകയല്ല. കാരണം മുടന്തൻ സുഖം പ്രാപിച്ചത് അവർ കാണുകയും അവൻ പത്രോസിന്റെയും യോഹന്നാനും വട്ടം നടന്നുകൊണ്ട് സ്തുതിക്കുകയും ചെയ്തത് പുരോഹിതന്മാരും നിയമജ്ഞന്മാരും കണ്ടപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ വന്നു. എന്തിനാണ് ഈ വചനം പഠിപ്പിക്കുന്നത് എന്ന് ഗ്രഹിച്ചു കൊള്ളുവിൻ. പത്രോസ് യേശുവിന്റെ നാമത്തിൽ മുടന്തനെ സുഖപ്പെടുത്തി. പത്രോസിന്റെ നിഴൽ സ്പർശിച്ചപ്പോൾ രോഗികൾ സുഖം പ്രാപിച്ചു. പത്രോസ് ഒന്ന് തൊട്ടാൽ ഉടൻ യേശുവിന്റെ ശക്തി പുറപ്പെട്ടു. അപ്പൊ യേശു ദൈവശക്തിയാണെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. യേശുവിന്റെ നാമം ദൈവത്തിന്റെ ശക്തിയാണ്. യേശുവിൽ നിന്ന് പുറപ്പെട്ട വചനം ദൈവമാണ്. അപ്പൊ യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് യേശു പറഞ്ഞ വചനം നാം പറയുമ്പോൾ വിശ്വാസയോഗ്യമായ രോഗി ആ വചനം ഹൃദയത്തിൽ സ്വീകരിച്ചാൽ വിശ്വാസത്തോടെ നാം പറയുന്നത് സംഭവിക്കുകയാണ്. കാരണം ഞാനല്ല, എന്നിലെ ക്രിസ്തുവാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഞാൻ പ്രവർത്തിക്കുന്നില്ല, പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ക്രിസ്തുവോ എന്നോട് കൂടെ പ്രവർത്തിക്കുന്നു. അപ്പൊ ക്രിസ്തു എന്നിലുണ്ട്. അപ്പം ക്രിസ്തു പഠിപ്പിച്ച ശരിയാണ്. ഞാൻ പിതാവിലും പിതാവ് എന്നിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമായിരിക്കുവാനാണ് ലോകത്തിലേക്ക് വന്നത്. അപ്പം ക്രിസ്തു ഉള്ളവനാണ് ക്രിസ്ത്യാനി. ക്രിസ്തുവിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുന്നവനാണ് ശുശ്രൂഷ. ദൈവവചനം അനുസരിക്കുന്നവനാണ് ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ. നിത്യജീവൻ പ്രാപിക്കുന്നവൻ ക്രിസ്തുവിൽ ഒന്നായിത്തീരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇനി മറ്റൊരു വചനത്തിലൂടെ നമ്മൾ കടക്കുമ്പോൾ ശ്രദ്ധിച്ചുകൊള്ളുക. യേശു തന്റെ പിതാവിനെ പറ്റി വ്യക്തമാക്കി തരുന്ന ഒരു വചനമാണ് മുന്തിരിച്ചെടിയും ശാഖകളും. പിതാവ് കൃഷിക്കാരൻ. ഒരു കർഷക മനോഭാവത്തോടുകൂടി, ഒരു കൃഷിക്കാരന്റെ മനോഭാവത്തോടുകൂടി ക്രിസ്തു തന്റെ വിളനിലമായ സ്വർഗരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുന്നത് ഒരു കർഷകൻ തന്റെ ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മുന്തിരി നട്ടപ്പോൾ ആ മുന്തിരി എങ്ങനെയാണ് വളർന്നത്, അതെങ്ങനെയാണ് ഫലം പുറപ്പെടുവിച്ചത്, അതിൽ നിന്ന് എങ്ങനെയാണ് ഫലം കഴിച്ചത് എന്നൊക്കെ സുവിശേഷത്തിലൂടെ ഉടനീളം നമ്മളെ കാണിക്കുന്നുണ്ട്. എന്നാൽ ക്രിസ്തു ഇവിടെ അത് വിശദീകരിക്കുന്നത് ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ഫലം കായ്ക്കാത്ത ശാഖകൾ ഞാൻ വെട്ടി തീയിലിട്ട് കളയും. ഫലം കായ്ക്കുന്നവയെ ഞാൻ കൂടുതൽ ഒരുക്കി അവ നല്ല വിളവുകൾ നൽകും. ഞാൻ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആയിരിക്കുന്ന പോലെ നിങ്ങൾ എന്നിലും
ഞാൻ നിങ്ങളിലും ആയിരിക്കുവാനാണ് ലോകത്തിലേക്ക് വന്നത്. എന്തിനാണ് വന്നത് ലോകത്തിലേക്ക്? നിങ്ങൾ സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടാൻ. ഒരു മനുഷ്യൻ വളർച്ചയിൽ 40 വയസ്സോ 50 വയസ്സോ 60 വയസ്സോ 30 വയസ്സോ ഏജ് ആകുമ്പോൾ അവൻ ദൃഢഗാർത്ഥനായ ആരോഗ്യമുള്ള ശരീരവും സൗന്ദര്യമായ മുഖഭാവവും ദൃഢഗാർദ്ധമായ ഗൗരവമുള്ള വ്യക്തിയാണ്. എന്നാൽ യേശു ഇവിടെ ആ വ്യക്തിത്വങ്ങൾക്കൊന്നും ഒരു വില മതിക്കാതെ തൻ്റെ പിതാവിനെ പറ്റി മാത്രം പറയുന്ന ഗുരു സത്യത്തെ പറ്റി യേശു തൻ്റെ പിതാവിനെ പറ്റി പഠിപ്പിക്കുന്നതാണ് ഈ അധ്യായം. താൻ മുന്തിരിച്ചെടിയാണ്, തൻ്റെ പിതാവ് കൃഷിക്കാരനാണ്, തനിക്ക് കൃഷിക്കാരനായ പിതാവ് തന്ന ശാഖകളാണ് ശിഷ്യന്മാരെല്ലാവരും. ആ ശാഖകൾ ഫലം പുറപ്പെടുവിക്കണമെന്നാണ് യേശു ആഗ്രഹിച്ചത്. തനിക്ക് ലഭിച്ച ശാഖകളെ കൂടുതൽ കൂടുതൽ പഠനങ്ങളിലേക്ക് കൊണ്ടുപോയി തൻ്റെ പ്രവൃത്തികളും അത്ഭുതങ്ങളും ഒക്കെ അവിടുന്ന് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്ത് പിതാവിനെ പറ്റി അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത് പിതാവിനോട് ഈ വിധം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു കൊടുത്ത് എല്ലാം സ്പഷ്ടമാക്കുന്ന യേശുവിനെ നമുക്ക് കാണാം. ആ യേശുവാണ് നമ്മുടെ ആത്മാവിൽ വസിക്കുന്നുവെങ്കിൽ അതേ പ്രവൃത്തി തന്നെ നാമും ചെയ്യും. കാരണം യേശു പിതാവിൻ്റെ അടുക്കലേക്ക് പോയത് കൊണ്ട് അവയേക്കാൾ വലിയവയും നമ്മൾ ചെയ്യും. യേശു പറയാണ്, ഞാൻ പിതാവിൻ്റെ അരികിൽ പോകുന്നത് കൊണ്ട് അവയേക്കാൾ വലിയവയും നിങ്ങൾ ചെയ്യും. കാരണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് പ്രാർത്ഥിക്കും. അപ്പോൾ പിതാവ് പുത്രനെ മഹത്വപ്പെടുത്താൻ വേണ്ടി നിങ്ങളിൽ പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്.